നിങ്ങളും ദുൽഖർ സൽമാനും കൂടി ഒരു കസിനോയിൽ കളിക്കാൻ പോയി എന്ന് വെച്ചോളൂ. അതിൽ മിക്കവാറും നിങ്ങളായിരിക്കും തോൽക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെയും ദുൽഖർ സൽമാന്റെയും ചിന്താഗതി വ്യത്യസ്തമായതുകൊണ്ടാണ്. അതാണ് അയം ഗെയിമിൽ പറയുന്ന കസിനോയുടെ അൽഗോരിതം. കസിനോ കാർഡ് കൊണ്ടല്ല, മാത്തമാറ്റിക്സ് കൊണ്ടാണ് കോടികൾ ഉണ്ടാക്കുന്നത്. ഏത് ഗെയിം കളിച്ചാലും കസിനോയ്ക്ക് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊരു ബിസിനസ് ആണ്. അതിനെ ബിസിനസ് ഹൗസ് എഡ്ജ് എന്ന് വിളിക്കും. നിങ്ങൾ കസിനോയിലെ ആദ്യത്തെ ഗെയിം ജയിക്കുമായിരിക്കാം, രണ്ടാമത്തെ ഗെയിം നിങ്ങൾ എന്തായാലും ജയിക്കും, മൂന്നാമത്തെ ഗെയിമും ജയിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു 100 ഗെയിം കളിച്ചാലോ കസിനോ മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം കസിനോ ഗെയിം അല്ല കളിക്കുന്നത്, ഗെയിം ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു സാധാരണ മനുഷ്യനും ഒരു ബിസിനസ്മാനും തമ്മിൽ അവരുടെ ചിന്താഗതിയിലും എല്ലാത്തിലും വ്യത്യാസം വരുന്നത്. നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്, ഞാൻ എങ്ങനെ ജയിക്കും എന്ന് നിങ്ങൾ നോക്കുകയുള്ളൂ. പക്ഷെ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു വിജയിച്ച മനുഷ്യൻ എന്തായിരിക്കും അത് നോക്കുക എന്നറിയോ? ഈ ഗെയിം എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് റിസർച്ച് ആണ് ചെയ്യുക. നിങ്ങൾ ഭാഗ്യത്തിൽ വിശ്വസിക്കും, ദുൽഖർ സൽമാൻ പാറ്റേണിൽ വിശ്വസിക്കും. നിങ്ങൾ കാർഡിലേക്ക് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ദുൽഖർ സൽമാനോ ആ റൂൾസിലായിരിക്കും നോക്കുണ്ടാവുക. ഇതിൽ ഗാംബ്ലർ ആണെങ്കിലും ഒരു പാറ്റേൺ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് പ്യുവർ ബിസിനസ്മാന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അയാൾ ബിസിനസ്മാൻ ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ ലക്കല്ല, അൽഗോരിതമാണ്, കമ്പ്യൂട്ടർ കോഡല്ല. മനുഷ്യരുടെ തീരുമാനങ്ങൾക്ക് പിന്നിലുള്ള പാറ്റേൺ ആണ്. ആരാണ് ഗ്രീഡി ആകുന്നത്, ആരാണ് ബ്ലഫ് ആകുന്നത്, ആരാണ് പേടിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം DQ പഠിക്കും. യഥാർത്ഥ കസിനോ ഒരു ബിൽഡിങ്ങോ അതിനുള്ളിൽ കളിക്കുന്ന ഗെയിമോ അല്ല, മനുഷ്യരുടെ മനസ്സാണ്. അവിടെയാണ് ഒരു പ്ലെയർ ഗെയിം ക്രിയേറ്റർ ആവുന്നത്. RDX എടുത്തപ്പോൾ ആക്ഷൻ ആണ് പ്രാധാന്യം കൊടുത്ത് അതിനൊരു ഋതവും നൽകിയിട്ടുണ്ടായിരുന്നു. അയം ഗെയിമിൽ വന്നപ്പോഴോ ഫിസിക്കൽ അല്ല, മെന്റലി ഉള്ള ഒരു ഋതമാണ് അവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓരോ കട്ട്, ഓരോ സൈലൻസ്, ഓരോ ഹുക്ക് എല്ലാം ഒരു പോക്കർ ടേബിൾ പോലെയാണ്. ആരാണ് അടുത്ത് മൂവ് ചെയ്യുക എന്നൊരു ടെൻഷൻ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, അതെല്ലാം ട്രെയിലറിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഡാർക്ക് സൈക്കോളജിയിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, മനുഷ്യൻ തോറ്റാൽ കൂടുതൽ റിസ്ക് ആണ് എടുക്കുക. കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ ചിലവർ ആത്മഹത്യ ചെയ്യും, ചിലവർ ഒളിച്ചോടും, ചിലവർ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇത് മൂന്നും റിസ്ക് തന്നെയാണ്. ലോസ് ചേസിംഗ് എന്ന് വിളിക്കും. കസിനോകൾ ഇതാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കസിനോ മാത്രമല്ല, ബിസിനസ് ലോകത്തും സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാവിടെയും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ്മാൻ, ഇൻവെസ്റ്റർ, സാധാരണക്കാരൻ, ഗാംബ്ലർ എല്ലാവർക്കും ഒരേ കഥയാണ് പറയാനുള്ളത്. അവിടെ ഗെയിം മാറുമായിരിക്കും, പക്ഷെ റൂൾ മാറുകയില്ല. അവിടെയാണ് പാവപ്പെട്ടവനും കോടീശ്വരനും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം. വാലറ്റല്ല, ഡിസിഷൻ എടുക്കുന്ന തീരുമാനമാണ് മാറുന്നത്. ഒരാൾ ഗെയിം കളിക്കും, മറ്റൊരാള് ഗെയിം ഉണ്ടാക്കും. അയാം ഗെയിം ഇത് തന്നെയായിരിക്കും പറയാൻ ശ്രമിക്കുന്നുണ്ടാവുക. കസിനോ ഗെയിം ക്രിയേറ്റ് ചെയ്യും, അതുകൊണ്ട് വിജയം എപ്പോഴും കസിനോനായിരിക്കും. പക്ഷെ ക്രിയേറ്ററിനെക്കാട്ടിലും മുകളിൽ പോയ ഗെയിം കളിക്കാരും ഉണ്ട്, അതിൽ വിജയിച്ചവരുമുണ്ട്. കാരണം അവര് ഗെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് പഠിക്കുകയാണ്. പക്ഷെ സാധാരണക്കാരൻ അത് പഠിക്കില്ല, ജയിക്കാൻ മാത്രമേ നോക്കുള്ളൂ.